ഈ സമയവും ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഏക സന്നദ്ധ കൂട്ടായ്മ കൂടിയാണ് AIKMCC എന്ന് പറയുന്നത്. അവർ ചെയ്യുന്നത് നമ്മുടെ ആംബുലൻസ് ഉണ്ട്, ഡോക്ടർമാരുടെ ഉണ്ട്, പാലിയേറ്റീവ് യൂണിറ്റ് ഉണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ സംവിധാനമുണ്ട്. അവർക്ക് ആവശ്യമായ ചെരുപ്പുകൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമായ മരുന്നുകൾ, ഗുളികകൾ എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മെഡിക്കൽ സഹായത്തിന്റെ മേഖലയിലും അതുപോലെ വസ്ത്രം, ചെരുപ്പ് പോലുള്ള പ്രാഥമികമായ കാര്യങ്ങളുടെ വിഷയത്തിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് AIKMCCയുടെ പ്രവർത്തകരും ഈ ഗ്രൗണ്ടിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഇങ്ങനെ അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർ ഏതു കാരണത്തിലാണെങ്കിലും സർക്കാരുകൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ വിശദീകരണങ്ങൾ ഉണ്ടാകും. പക്ഷേ പുറത്തു നിൽക്കപ്പെടുന്ന മനുഷ്യർക്ക് അവരുടെ പട്ടിണിയും അവരുടെ രോഗവും അവരുടെ പ്രയാസങ്ങളും ഒരു മാനുഷിക പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായി കണ്ടുകൊണ്ട് തന്നെ AIKMCC പ്രവർത്തകരും ഇവിടെ ഉണ്ട്. നമ്മൾ ബാംഗ്ലൂരിൽ, പ്രത്യേകിച്ച് കർണാടകയിൽ ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, കാഷ്വാലിറ്റികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കുന്നൊരു പേരാണ് AIKMCC. അതിവിടെ എലങ്കയിലും ഈ പ്രദേശത്ത് വന്ന ഈ കുടിയൊഴിപ്പിക്കലിന്റെ മണ്ണിൽ എത്രയും പെട്ടെന്ന് ഓടി വന്നിട്ടുള്ള ആശ്വാസത്തിന്റെ സാന്നിധ്യമാണ് AIKMCC. AIKMCC എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇവർക്കൊരു ആശ്വാസമാണ്. ഈ മനുഷ്യരെ കാണുമ്പോൾ നമുക്കറിയാം അവർ എത്ര പ്രതീക്ഷയോടുകൂടിയാണ് AIKMCC കാണുന്നത്.